റെസ്റ്റ് ബാൻഡ് ഉണ്ട്, വാട്ടർ പാഡ് ഉണ്ട്, മാട്രസ് പാഡ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫോട്ടോകളൊക്കെ ഞാനൊരു ഗാലറിയിൽ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാനതൊക്കെ കാണിച്ചു കൊടുക്കും. കുറച്ച് ഡീറ്റെയിൽസ്, എനിക്ക് വെരിക്കോസ് വെയിൻ ആണെങ്കിൽ വെരിക്കോസ് വെയിൻ, ഷുഗറിന്റെ കാല് മുറിഞ്ഞ് നെട്ടൂരുണ്ടായിരുന്നു അതാണെങ്കിൽ അത്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അവരോട് ഇതിനെ കുറിച്ച് പറയും. പിന്നെ യൂട്യൂബിലെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കും. നമ്മുടെ അഭിലാഷ് സാറിന്റെ ഇന്നലെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായി, അത് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പൊ അവരെനിക്ക് നമ്പർ തരും. പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്ത് പോകും. ഇപ്പൊ പിന്നെ അവര് പറയണേ എനിക്ക് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ US സാറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. അപ്പോ 10 പേരോടും ഞാൻ കാര്യങ്ങൾ പറയും. അതിന്റെ അകത്ത് 10 പേരെ എനിക്ക് ഒരാളെങ്കിലും കിട്ടിയാൽ മതി. അപ്പൊ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. എന്ന് വെച്ചാൽ യൂനസ് ഭായി പറയുന്നവരെ നോ കേൾക്കാൻ വേണ്ടി തന്നെ നമ്മൾ നടക്കണം. അപ്പൊ ഞാൻ അതിനുവേണ്ടി തന്നെ നടക്കുന്നത്. SKK വേണ്ട, SKK വേണ്ട. അപ്പൊ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഒരു നല്ലൊരു പ്രായത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു മന്ത്രി പറഞ്ഞതുപോലെ തന്നെ യുവാക്കള് ഒരു 25 വയസ്സുള്ള ഒരു യുവാക്കള് ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് പറഞ്ഞതുപോലെ തന്നെ എന്റെ ഇപ്പൊ എനിക്ക് 23-24 വയസ്സായി. ഇപ്പൊ ഒരു വർക്കുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ മാഗറ്റിന്റെ വർക്കും ഉണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അന്റോണിയോ ഹാളിൽ വെച്ച് ഡാനി സാറിനോട് പറഞ്ഞ് ജോലി തായ്ലൻഡ് പോകണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു തായ്ലൻഡ് പോകാം. അപ്പൊ ഞാൻ എന്റെ പരിചയത്തിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറെ പേർക്ക് സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഞാനൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. അപ്പൊ എന്തായാലും ഞായറാഴ്ച ഒരു 3-4 വർക്ക് അടുപ്പിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് ഞാൻ വന്നിട്ട് വരും. അപ്പൊ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട്, ഗുഡ് മോർണിംഗിലൊക്കെ ഗുഡ് മോർണിംഗ് ഇടക്കിടക്ക് മെസ്സേജ് അയക്കും. മുത്തേ സുഖമാണോ, എന്താ സുഖം, എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ഉണ്ടാ എന്നൊക്കെ ഗീത ചേച്ചിയുടെ ആയാലും സിന്ധു ടീച്ചറിന്റെ ആയാലും ഫസീലത്തയുടെ ആയാലും എന്ന് വെച്ചാൽ നല്ലൊരു ബാക്ക് സപ്പോർട്ടാണ് എല്ലാവരും. എന്ന് വെച്ചാൽ തറ പണി നല്ലതാണെങ്കിൽ പിന്നെ മേലോട്ട് വന്നതൊക്കെ സംഭവം ഇതായിരിക്കും എന്ന് പറഞ്ഞാല് എന്റെ ഒരു ഫ്ലോറിംഗ് എല്ലാം പക്ക ഓക്കെയാണ്. യൂനസ് സാർ ആയാലും ഡാനി സാർ എല്ലാവരും നല്ലൊരു സപ്പോർട്ടിങ് ആണ്. എന്റെ പരിചയത്തിൽ ആരും ഇങ്ങനെ ഇല്ല. ഇടക്കിടക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുക, അത് തന്നെയാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഞാൻ ആദ്യമൊക്കെ ഒന്ന് പിൻവലിഞ്ഞ് നിന്നേച്ചൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്കാണെങ്കിലും റിസൾട്ടുകൾ ഉണ്ടായി. ഇപ്പൊ എന്റെ വീട്ടിലെല്ലാവരും വെള്ളം നല്ലതുപോലെ കുടിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിലായാലും എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. ഒരു 6 കടങ്ങുന്ന കുടുംബമാണ് എന്റെ. ആ വീട്ടിലെല്ലാവരും നല്ലതുപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. വീട്ടിലെല്ലാവർക്കും നല്ലതുപോലെ റിസൾട്ടും ഉണ്ട്. അപ്പൊ ഞാനായാലും ഇപ്പൊ ഈ പ്രൊഡക്റ്റുമായി പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ആദ്യം ഒരു നെഗറ്റീവ് മൈൻഡായിട്ട് ഉണ്ടായി. ഒരു 5 മാസമായിട്ട് എനിക്ക് പോസിറ്റീവ് ആണ്. ഞാൻ കൊടുത്തേക്കുന്ന ആൾക്കാർക്കായാലും നല്ല പോസിറ്റീവ് ആണ്. റിസൾട്ടുകൾ ഉണ്ട്, വെള്ളത്തിനും റിസൾട്ടുകൾ ഉണ്ട്, നല്ലതുപോലെ റിസൾട്ട് ഉള്ള ഇതാണ്. പിന്നെന്താന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് മിനിഞ്ഞാന്ന് പണിയുണ്ടായി. പാലാരട്ടത്ത് വാഴക്കാലയിലായിരുന്നു. അപ്പൊ പാലാരട്ടത്ത് സാധനങ്ങൾ എടുക്കാൻ പോയപ്പോഴേക്കും സാധനങ്ങൾ എടുത്ത് തന്നെ ആള് ഇത്തിരി വൈകി വരുള്ളൂ. 10 മിനിറ്റ് നിൽക്കണോന്ന് സ്റ്റാഫ് പറഞ്ഞ്. ഞാനപ്പോ അതുപോലെ തന്നെ തൊട്ടടുത്ത് എന്റെ ഒരു കൂട്ടുകാരനുമായി പോയിട്ട് ഞാൻ ഇതുപോലെ ചായ കുടിക്കാന്ന് കൊണ്ട് പോയി. അപ്പൊ ചായ കുടിക്കാനായിട്ട് കടയിൽ ചെന്നപ്പോഴേക്കും പിന്നെ റെസ്റ്റോറന്റ് ഇരിപ്പുണ്ടായി. അപ്പൊ കടയിലെ ക്യാഷറിയേട്ടൻ വേഗം ഇറങ്ങി വന്നു. ഞങ്ങൾ ചായ ക്യാഷറിൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. അപ്പൊ ക്യാഷറിയേട്ടൻ വേഗം ഓടി വന്നിട്ട് എത്ര നാളായി ഉപയോഗിക്കുന്നത്? നമ്മൾ എന്ത് അല്ല മാഗ്നന്റെ ഈ ബയോട്ടോറിയം. അപ്പൊ ഞാനിപ്പോ ഒരു 6 മാസത്തോളമായി. അപ്പൊ സെയിൽ ചെയ്യണ്ട, ഞാൻ പറഞ്ഞ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തായ്ലൻഡ് ട്രിപ്പ് നിക്കണതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ടീം ബിഗില് ഡാനി സാറിന്റെ ടീമാണ്. യൂനസ് സാർ ഉണ്ട്, സരതി ചേച്ചി ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ടീം മെമ്പേഴ്സിനെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ് ഞാനും എടുത്തിട്ടുണ്ട്, വൈഫിനെ ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് എടുത്തതാണ്, ഞാൻ ഉപയോഗിക്കുന്നതാണ്, റിസൾട്ട് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ ആധാർ കാർഡ്, ലൈസൻസ്, പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ എവിടെ ചെന്നാലും ആധാർ കാർഡ് ചോദിക്കുന്ന പറഞ്ഞാൽ കയ്യിൽ കാണുമ്പോ ഈ ബയോട്ടോറിയം ചെയ്യുന്നങ്ങളല്ലേ, അത് തന്നെയാണ് ഐഡന്റിറ്റി. നമ്മുടെ ഈ മുഖത്ത് കാണുന്ന രാവിലെ ഗീത ചേച്ചിയുടെ മുഖത്ത് കാണുന്ന ചിരി, എന്നാ രുക്മിണി ആടത്തിന്റെ മുഖത്ത് കാണുന്ന ചിരി, എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ചിരി ആ കൈ കിടക്കണതും വെള്ളം കുടിക്കണതും മാട്രസ് ഉപയോഗിക്കണതും പില്ലോ പാഡിന്റെ ഇതിന്റെ റിസൾട്ട് തന്നെയാണ്. ഇതുപോലെ തന്നെ ഇന്നലെ എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി. ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഞാനപ്പോ കാക്കനാടിന്ന് ഞാൻ നടന്നു തന്നെയാണ്. നടന്നു വരുമ്പോഴേക്കും വഴിയേരി ഒരു കാറ്, എനിക്കറിയില്ല ആളാരാ എന്താ ഒന്നും അറിയില്ല. ഞാൻ രച്ചില് പാഞ്ഞാൽ തന്നെ എനിക്ക് അത്താണിയിൽ വണ്ടി എടുക്കണം. 6 മണിക്ക് കട അടക്കണം. എനിക്ക് 6 മണിക്ക് വണ്ടി എടുക്കണം. 5:50 ഞാൻ കാക്കനാട് നടക്കണത്. 10 മിനിറ്റ് എന്റെ മുമ്പിലുള്ളൂ. 6 മണിക്ക് കടക്കാരൻ പറഞ്ഞ് ഞാൻ 6 മണിക്ക് കട അടച്ചു വേഗം ഇവിടെ വന്നു. ഞാൻ 6 മണിക്ക് എത്തും. ഞാൻ എനിക്ക് 1800 കൊടുത്തിന്റെ വണ്ടി എടുക്കണം. ഞാൻ നടന്നു വരുമ്പോ നമ്മുടെ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്യണ ഒരു ലാബ് ഉണ്ട് കാക്കനാട് തന്നെ, പഴയ സഹകരണ ആശുപത്രിയുടെ തൊട്ട് മുമ്പിൽ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഒരു വോട്സ് വാഗൺ കാറ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് താത്തിയിട്ട് ഒരു സാർ ഇരിക്കണേ.
അപ്പൊ ഞാൻ പെട്ടെന്ന് എന്തോ ഒരു തോന്നി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഈ സാറിന്റെ കയ്യിൽ റെസ്റ്റ് ബാൻഡ്. അപ്പൊ സാറ് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ് സാറേ ഹലോ, തന്നെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് ജോയൽ ഈ ബയോട്ടോറിയ എന്ന് പറഞ്ഞു. അപ്പൊ സാറ് ആണാ യൂസ് ചെയ്യണ്ട, റിസൾട്ട് ഉണ്ടാന്ന് ചോദിച്ചത്. നമ്മുടെ റിസൾട്ട് ഉണ്ട് സാറേ. ഞാൻ സാറിനെ കണ്ടു കഴിഞ്ഞത് ഓക്കെ, പേര് ചെന്താ ജോയൽ. ഒരു ചിരി. ഇത് തന്നെയാണ് ഐഡന്റിറ്റി. ഇതിൽ പരം വേറെന്ത് വേണം? അവിടെ നിന്ന് തിരുവനന്തപുരം പോയപ്പോഴായാലും നമ്മളെല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ കാണുമ്പോ പല ആൾക്കാരും ചോദിക്കും ഇതെന്താ സാധനം. ഞാൻ പറയും ഇന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ കട്ടാക്കും, ഓക്സിജൻ, വെള്ളം കുടിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്, മറ്റു പാർശ്വഫലങ്ങളില്ല. അപ്പൊ അവര് ചോദിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് തരാമോ. അങ്ങനെ തന്നെയാണ് എന്റെ ഐഡന്റിറ്റി മാറിയിരിക്കുന്നത്. ഇന്ന് തന്നെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട്, അക്യുപഞ്ചർ ആണോ മറ്റു പ്രോഡക്ട്സ് ആണോ. ഞാൻ പറയും അക്യുപഞ്ചറും മറ്റു പ്രോഡക്ട്സ് ഒന്നും അല്ല, ഈ ബയോട്ടോറിയം ആണെന്ന് അവരോട് കുറച്ചു നേരം സംസാരിച്ച് നിന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ച അവരെ ഫോളോ അപ്പ് ചെയ്ത് ഗുഡ് മോർണിംഗ് അയച്ച് അവരോട് പരിചയപ്പെട്ട് സംസാരിച്ച് നിന്ന് ഇതിനെ കുറിച്ച് ഞാൻ പറയും ഈ ബയോട്ടോറിയം പ്രൊഡക്ട്സ് ഉണ്ട്, അപ്പൊ ഞാൻ എന്താണ് വന്ന് കാണേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ അവർ ഇതിന്റെ ഡേറ്റുകൾ പറയും. ചില ആൾക്കാർ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ചോദിക്കും. ഞാൻ വന്ന് നേരിട്ട് സംസാരിക്കാം, അല്ലെ എന്റെ ടീം ലീഡർ വന്ന് നേരിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു നിർത്തും. അപ്പൊ ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞു നിർത്തി അങ്ങനെ നിൽക്കും. അപ്പൊ പല ആൾക്കാരും ഇന്ന് മേടിക്കാമെന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടാണ് എന്റെ പരിചയത്തിൽ ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ബാക്ക് വലിഞ്ഞ് നിന്നത്. ഇപ്പൊ എന്തായാലും ഇനി തിരിച്ചുവരവ് ഉണ്ടാവും. അപ്പൊ നമുക്കിന്ന് ഒരു നല്ലൊരു ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ജയൻ സാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജയൻ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് തിരുവനന്തപുരം പോകുമ്പോഴാണ്. ഞാൻ പലപ്പോഴും ബ്രോഡ്ബെൻഡിൽ വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പേരറിയില്ല, അങ്ങനെ പരിചയമില്ല, ഞാൻ അങ്ങനെ കമ്പനി ആയിട്ടില്ല. ഇപ്പോഴാണ് എല്ലാവരോട്ടും ഓടിച്ചെല്ലണത്. അപ്പൊ തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ് ഞാൻ ജയൻ സാറിനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തത്. ഇന്നലെ യുവന സാറ് വിളിച്ചിട്ട് പറഞ്ഞ് യുവന സാറിന്റെ ഒരു 3-4 മീറ്റിങ്ങിലും യുവന സാറിന്റെ MC ഞാനായിരുന്നു. അപ്പൊ യുവന സാർ ഉണ്ണി ഞാനല്ല പ്രോഗ്രാം ചെയ്യുന്നത്, ജയൻ സാറാണ്. ഞാൻ പറഞ്ഞ ജയൻ സാറിനെ എനിക്കറിയാം, തിരുവനന്തപുരത്തെ ഇപ്പൊ കണ്ടിട്ടുണ്ട്, ആ ജയൻ സാറാണ്. അപ്പൊ എനിക്ക് യുവന സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേറ്റണേ, ഇപ്പൊ സ്റ്റെപ്പ് ഉണ്ടാവില്ല, ഒരു 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഞാൻ താഴത്തോട്ട് ഇറങ്ങിപ്പോ പുള്ളി കയ്യെ പിടിച്ച് ഇങ്ങനെ കേറി വാ എന്ന് പറഞ്ഞാൽ കേറ്റണേണ്. അതുപോലെ തന്നെ മനോജ് സാറ്, ചിരിയുടെ രാജകുമാരൻ ഞാനിപ്പോ സാറിനെ വിളിക്കണേണ്. സാർ എപ്പോഴും ചിരിച്ചിട്ടിരിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ആന്റോണിയ ഹാളിൽ വന്നപ്പോഴും സാറിന് നല്ല പുഞ്ചിരിയായിരുന്നു. അപ്പൊ അങ്ങനെ ഗീത ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പവറാണ് നമുക്ക്. ബൈറ്റോറിയം പ്രോഡക്റ്റിലൂടെ ചിരിയുടെ രാജകുമാരിയെ ഗീത ചേച്ചി മാറി എന്നുള്ള സത്യം. അപ്പൊ ബൈറ്റോറിയം പ്രോഡക്റ്റ് ഒരു ഇതില്ല. ഇപ്പൊ ആൾക്കാരോട് പറയലായാലും മേടിക്കൂല എന്നുള്ള എന്റെ ഒരു പ്രശ്നമല്ല. എനിക്ക് ആൾക്കാരോട് പറയണം, പരമാവധി പറയണം. ആൾക്കാരോട് ഇതിന് എന്റെ കയ്യിൽ കാണുമ്പോൾ ചോദിക്കും, വെള്ളം കുപ്പി കാണുമ്പോൾ ചോദിക്കും. ഞാൻ പറയും ഇതാണ് സാധനം എന്ന് വെച്ചാൽ അമ്മ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ. എന്റെ ടീമിലുള്ള ഒരു വ്യക്തി സിജു സെബാസ്റ്റ്യൻ എന്ന പേര്, പുള്ളിക്ക് രക്തവാദമായിട്ടാണ് പുള്ളി ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത്. പുള്ളി അമ്മ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ എപ്പോഴും ഒരു ബാഗിലാക്കി പ്രൊഡക്റ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടാകും. സരിത ചേച്ചി, യൂനസിക്ക, ഇവരൊക്കെ എന്നെ മോട്ടിവേറ്റിംഗ് ആണ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് നമുക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തന്നെ ജയൻ സാറിനെ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് സൂമിലേക്ക് ക്ഷണിച്ചോളും. താങ്ക് യു ജോയൽ. ഏതായാലും ഞാൻ എടുക്കാൻ വന്ന കാര്യങ്ങളെല്ലാം ജോയൽ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതില് വളരെയധികം സന്തോഷമുണ്ട്, അതോടൊപ്പം അസൂയയുണ്ട്. എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാനും ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ബയോട്ടോറിയത്തിലേക്ക് എന്നെ കൈപിടിച്ചുകൊണ്ട് വന്ന പ്രിയപ്പെട്ട ഉത്തമൻജിക്കും, നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡയറക്ട് സെയിൽ മേഖലയിലേക്ക് കൈപിടിച്ചുകൊണ്ട് വന്ന വിനോദ് സാറിനോടും, അതേപോലെ തന്നെ ഈ ബയോട്ടോറിയത്തിലെ നമ്മുടെ ലീഡർഷിപ്പ് ഇതിൽ നിൽക്കുന്ന ഡാനി സാറിനോടും മനോജ് സാറിനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ ജോയലിനോടുള്ള അസൂയ എന്താണെന്നുണ്ടെങ്കിൽ, ജോയലിന്റെ ഈ പ്രായം 23-ാമത്തെ വയസ്സിൽ ഒരു കോടീശ്വരനാകാനുള്ള ഒരു അവസരം കിട്ടിയ ഒരു ഭാഗ്യവാൻ നമ്മളുടെ ഈ എൻ്റെ ടീമിലില്ല. വേറൊരു ഞാൻ ഇത്രയും ആക്റ്റീവായിട്ടുള്ള, കാരണം അതിന് ഞാൻ ജോയലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം 23-ാമത്തെ വയസ്സിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ, ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ ജോയല് ഈ ബയോട്ടോറിയത്തിലൂടെ സ്വന്തമായിട്ട് ഒരു ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ള വിദേശ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കുന്ന ഒരു ഇതിലായിരിക്കും. കാരണം വെറുതെ പറയല്ല. കാരണം ഇന്നലെ നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാമിൽ ബ്രഹ്മാസ്ത്രം എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മാസ്ത്രത്തിനുള്ള പ്രത്യേകത എന്താണ്? എല്ലാം നശിപ്പിക്കാൻ സാധിക്കും.
കാരണം അതിലും വലിയ ആയുധമൊന്നുമില്ല. അപ്പൊ അതേപോലുള്ള ഒരു ബ്രഹ്മാസ്ത്രമാണ് ഈബൈറ്റോറിയം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചിന്തിക്കുന്നു, എന്ത് നേടണം, എല്ലാം നേടാനുള്ള ഒരു അവസരം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗോവ ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പ്, മലേഷ്യ ട്രിപ്പ്, സിംഗപ്പൂർ, ഇനി ഓരോ രാജ്യങ്ങൾ വരാൻ പോണേ. നമ്മള് എല്ലാവരും അറിഞ്ഞോ അറിയാതെ എത്തിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വളരെയധികം വലുതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു അവസരം തന്ന സാഗർ ജോഷി സാറിനോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഡയറക്ട് സെല്ലിങ്ങില് പറയുന്നൊരു വാക്കുണ്ട്, ഇത് ലീഡർമാർക്ക് മാത്രം കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാമോ? നെറ്റ്വർക്കിൽ ലീഡർമാർക്ക് മാത്രമേ കാശ് കിട്ടുള്ളൂ. തെറ്റാണ്. വളരെ ലീഡർമാർക്ക് മാത്രമേ കാശ് കിട്ടുള്ളൂ, അത് ശരിയാണ്. വർക്ക് ചെയ്താലേ കാശ് ലീഡർമാർക്ക് മാത്രമേ പൈസ കിട്ടുള്ളൂ. ശരിയാ. ഓരോ വ്യക്തികളും ലീഡർമാരാണ്. നമ്മൾ ലീഡർ ആവണം. യെസ് യെസ്. ഇപ്പോ എല്ലാവരും പറഞ്ഞു. പക്ഷെ മേജറായിട്ട് വന്ന നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ലീഡർമാർക്ക് മാത്രമേ കാശ് കിട്ടുള്ളൂ. കാരണം നമ്മളൊരു ലീഡറായിട്ട് മാറിയാൽ മാത്രമേ നമ്മളുടെ കൂടെ വരുന്ന ആളുകളും ആ രീതിയിലേക്ക് ചിന്തിക്കുകയുള്ളൂ. കാരണം ഇത്രയും വലിയൊരു അവസരം നമ്മുടെ കയ്യിൽ ദൈവം തന്നെങ്കിൽ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. പല വ്യക്തികളും ചിന്തിക്കുന്നത് എനിക്കാവാൻ പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ വിനോദ് സാറിന്റെ വീട്ടിൽ വെച്ചിട്ട് ഹോംമേറ്റ് വർക്ക്ഷോപ്പുകൾ നടത്തുമ്പോൾ എന്നോട് വന്നിട്ട് പറയും, ജയ ഒന്ന് വന്നിട്ട് വെൽക്കം ചെയ്യുമെന്ന് പറയും. ഈ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ മുട്ടിടിച്ചിട്ടുണ്ട്. ഞാൻ വിനോദ് സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ജോയലിനെ നമ്മുടെ ചിരിയുടെ രാജകുമാരൻ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ വിനോദ് സാറ് ജയനെ കൊണ്ട് പറ്റും, ഇത് നിസ്സാര കാര്യമല്ലേ, അങ്ങനെ പറഞ്ഞ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടെയുള്ള ആളുകളെ വിജയിപ്പിക്കുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഏത് മേഖലയിൽ പണിയെടുത്തോ അല്ലെങ്കിൽ ജോലി ചെയ്തോ നമ്മളെ അടിച്ച് താത്താനേ ഓരോ വ്യക്തികളും ശ്രമിക്കുള്ളൂ. ഈ മേഖലയിൽ മാത്രമാണ് നമ്മളെ സഹായിക്കാൻ ആളുകളുള്ളത്. അപ്പൊ ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ലീഡറായി മാറണം. കാരണം നമ്മളിപ്പോ ഒരു ട്രെയിൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, എത്ര ബോഗിയാണ് ആ എഞ്ചിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. ബോഗിയുടെ എണ്ണം കൂടിയാൽ ആ എഞ്ചിന്റെ പവർ അത്രയും കൂടണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡയറക്ട് സെല്ലിംഗിൽ വരുമ്പോൾ നമ്മൾക്ക് നല്ല ഒരു അറിവുണ്ടാവണം, കഴിവുണ്ടാവണം. ഇതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഡ്രൈവിംഗ് അറിയാത്ത ഒരു വ്യക്തി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആശാൻ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഡ്രൈവിംഗ് പഠിക്കാം. ചില ആളുകൾ ഒരാഴ്ച കൊണ്ട് പഠിക്കും, ചില ആൾക്കാർ 2 ആഴ്ച കൊണ്ട് പഠിക്കും, ചില ആളുകൾ 1 മാസം എടുക്കും, 2 മാസം എടുക്കും, 6 മാസം. പക്ഷേ എന്നാലും ആ വ്യക്തിക്കും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും. ഇവിടെയും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിങ്ങൾക്കും ഒരു കോടീശ്വരനായിട്ട് മാറാൻ പറ്റും. അതിലാദ്യം വേണ്ടത് നമ്മളൊരു റോൾ മോഡലായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ റോൾ മോഡലാവാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമ്മളെ വിജയിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീംസ് ആണ്. കാരണം ഡ്രീംസിന് അത്രയധികം പ്രാധാന്യം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വിനോദ് സാറ് NDOP പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ഒരു 10 ഡ്രീംസ് എഴുതി വെക്കുക എന്നുള്ളത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഡ്രീംസ് ഇല്ലാതെ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ എന്തുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ഇന്ന പോലെ പ്രോഗ്രാം ഉണ്ട്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതേ രീതിയിൽ തന്നെ നമ്മളുടെ ഡ്രീംസ്
ഒരു ലീഡറായിട്ട് മാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് ഞാൻ ഈ മേഖലയിലൂടെ എന്തൊക്കെ നേടാൻ ഉദ്ദേശിക്കുന്നു എന്നിട്ട് വ്യക്തമായിട്ട് എഴുതി വെക്കണം. അതിനുശേഷം അത് ടൈം ബൗണ്ടായിട്ട് നമ്മുടെ ഗോളാക്കി മാറ്റണം. ഞാൻ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ കടന്നു വരുമ്പോൾ ഉത്തമ സാറിനെ ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ടൈല് പോലും ഇട്ടിട്ടില്ല. അദ്ദേഹം KCB ലൈൻമാനാണ്. അപ്പൊ സർക്കാർ ജോലിക്കാരന്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് ഈ ബിസിനസ്സിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ കണ്ട കാര്യം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, ഉത്തമൻജി തനിക്ക് 3 മക്കളുണ്ട്, വൈഫുണ്ട്, അങ്ങനെ ബൈക്കിന് പോകും, സ്വന്തമായിട്ടൊരു കാർ മേടിക്കണ്ടേ? ആ കാർ മേടിക്കുവാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലൂടെ തന്നെ കൊണ്ട് സാധിക്കും. ചിന്തിക്കുക, നമ്മൾ ലീഡർ ആണെങ്കിൽ ഓരോ വ്യക്തിയെയും കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നീഡ് നമ്മളുടെ ബിസിനസ്സിലൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം വരുത്തി കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പോ എന്റെ ഇതെന്ന് പറഞ്ഞെങ്കിൽ ഞാനിപ്പോ എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡാനി സാറ് വന്നു കഴിഞ്ഞപ്പോൾ ഡാനി സാറും ജയൻ സാറിന്റെ വീട് പണി നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാം. ചില വ്യക്തികൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് കടങ്ങളുള്ള വ്യക്തികളായിരിക്കും. അവരെടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാർ എടുക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ അല്ല പറയേണ്ടത്. നമ്മൾ ആ വ്യക്തിയോട് താങ്കളുടെ എത്ര വലിയ ബാധ്യതകളാണെങ്കിലും ഈ മേഖലയിലൂടെ നിർത്താൻ ഞാൻ താങ്കളെ സഹായിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്താൽ ഏതൊരു വ്യക്തിയും നിങ്ങളുടെ കൂടെ വരും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, നല്ലൊരു ഡ്രീം നമ്മളത് ചെയ്യണം, എഴുതി വെക്കണം. എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ ഗോളുകളാക്കി മാറ്റിയിട്ട് നമ്മളത് കറക്റ്റ് ടൈം ബൗണ്ടായിട്ട് നമ്മൾ ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് അധികം സമയമില്ല. അതുകൊണ്ട് ഡ്രീമിനെ കുറിച്ചൊക്കെ വിനോദ് സാറിന്റെ ഒക്കെ എല്ലാം വ്യക്തമായിട്ടുള്ള ക്ലാസ്സിൽ നമുക്കുള്ളതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് എഴുതി വെച്ചതിന് ശേഷം നമ്മളത് സ്വപ്നം കാണുക. ഇപ്പൊ ഞാൻ ഉത്തമജിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന്റെ ഡോറിന്റെ ബാക്കിൽ ഈ പടം ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും അത് കാണാൻ പറയും, സ്വപ്നം കാണാൻ പറയും. രാത്രി കിടക്കുന്ന സമയത്ത് സ്വപ്നം കാണാൻ പറയും. എന്നിട്ട് താൻ തന്റെ കാറിൽ തന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അഭിനന്ദിക്കുന്നതെല്ലാം തന്റെ മനസ്സിൽ കാണാൻ പറയും. അപ്പൊ ഇവിടെ ഡയറക്ട് സെല്ലിംഗിൽ വരുമ്പോൾ നമ്മളുടെ എന്ത് ആഗ്രഹമാണോ അത് നടന്നു കഴിഞ്ഞായിട്ട് നമ്മൾ സങ്കല്പിക്കുക. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. നമ്മൾ എന്ത് കാര്യമാണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അച്ഛോ, അയാൾ വിളിച്ചാൽ എന്ത് ചെയ്യും മറ്റേതാവും മറിച്ചാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചോ, ചിലപ്പോൾ ആ വ്യക്തി മറന്നിരിക്കുകയായിരിക്കും. ആ സെക്കൻഡില് നിങ്ങൾ അദ്ദേഹം വിളിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ട് ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹം വിളിച്ചു? നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ ബാധ്യതയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെലിപ്പതി അവിടെ വർക്ക് ചെയ്യുന്നു. ആ വ്യക്തി അവൻ എനിക്ക് പൈസ തരണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓർത്ത് വിളിക്കും. നേരെ മറിച്ച് ഇതേ രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ എന്നെ കൊണ്ട് ഈ ഇൻഡസ്ട്രിയുടെ എല്ലാം സാധിക്കും, അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. ഇനി ഈ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് നമ്മൾ എഴുതിയിരിക്കണം. കാരണം എന്താണെങ്കിൽ ഈ ലിസ്റ്റ് നമ്മൾ എഴുതി, ഞാനൊരു 100 പേരുടെ ലിസ്റ്റ് എഴുതി ഞാൻ ഇത് ജോയലിനെ കാണിക്കുന്നു. ജോയലെ, ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് എഴുതിയാൽ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് ഞാൻ എഴുതിയാലല്ലേ ജോയൽ എഴുതുള്ളൂ. 2 ചരിഞ്ഞു നടക്കുന്നു. മക്കളോട് നേരെ നടന്ന് പറഞ്ഞാൽ മക്കൾ നടക്കുവോ? വവ്വാല് തലകീഴായിട്ട് കിടക്കുന്നു. വവ്വാല് പറയുന്നു നേരെ കിടക്കുന്നു പറഞ്ഞാൽ കിടക്കുവോ? അപ്പൊ ഇവിടെ നമ്മളൊരു സക്സസ്ഫുൾ ലീഡറായിട്ട് മാറണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യുന്ന കാര്യങ്ങളെ പറയാനും പാടും. അപ്പൊ നമ്മൾ ആ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നിന്ന് ഇതിൽ പല ആളുകളും ഇപ്പൊ ജോയൽ പറഞ്ഞു ഞാൻ നോ കേൾക്കാൻ തയ്യാറാണ്. ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ, ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ ആദ്യമേ എവിടെയാണ് ഇത് പഠിക്കുന്നത്? ഈ ഡെഡ് ബോഡിയിലാണ്. അവര് ഡയറക്റ്റ് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാണ് ചെയ്യുന്നത്? ഒരിക്കലും ഇല്ല. ആദ്യമേ ഡെഡ് ബോഡിയിൽ അവർ സീനിയർ ഡോക്ടർമാർ ഇത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഈ ബോഡിയിലെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള ജീവനുള്ള രോഗികളെ പരിശോധിക്കുന്നത്.
അപ്പൊ പലപ്പോഴും പല വ്യക്തികളും ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഞാനൊരു 10 പേരെ കണ്ടു, 100 പേരെ കണ്ടു, ഈ 100 പേര് നോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 100 പേര് വന്നില്ലെങ്കിലും 1000 പേരെ കാണാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടായിരിക്കും. ആ 100 പേര് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓപ്പറേഷൻ ചെയ്തപ്പോ പഠിക്കാൻ വേണ്ടി ഡോക്ടർമാര് ഡെഡ് ബോഡീനെ ഉപയോഗിച്ച കണക്ക് നമ്മൾ ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാനും ഈ ബൈറ്റോറി എന്താണെന്നും ഇതിന് ഡെമോ കാണിക്കാനും പഠിക്കാൻ വേണ്ടിയുള്ള ആളുകളാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിച്ചു. കാരണം ഇതിലെല്ലാം ബീങ് ദ ബെസ്റ്റ് യു ക്യാൻ ബി MLO എന്നുള്ള ബുക്കിൽ പറയുന്ന ഒരു വാക്കുണ്ട്, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. നമ്മൾക്ക് എത്ര പേരിലേക്ക് നമ്മുടെ ഈ അവസരം എത്തിക്കാൻ സാധിക്കുന്നു, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പൊ ഒരാള് നോ പറഞ്ഞു, 10 ആള് പറഞ്ഞു, ഈ 10 ആള് പറഞ്ഞാലും അടുത്ത ആളോട് പറയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടായിരിക്കണം. നമുക്കിപ്പോ അറിയാം, ബൾബ് കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ ആണ്. ഇദ്ദേഹം 1008 പ്രാവശ്യം പരാജയപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 1008 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ശ്രമിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പരിശ്രമം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ലോകം മുഴുവൻ അറിയുന്നത്. ഇവിടെ നമ്മൾ 1 or 2 പേരെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അയാൾ നോ പറഞ്ഞു, ഞാൻ ഇട്ടേച്ചും പോകും. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇവിടെ ഡ്രീം എഴുതിയത് നിങ്ങളാണ്. നിങ്ങളുടെ ഡ്രീം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നശിപ്പിക്കരുത്. ഇനി നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരെ കണ്ടാലും ചിരിക്കാൻ തയ്യാറാണ്. ഇപ്പൊ നമ്മുടെ ചിരിയുടെ രാജകുമാരനെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലും നമുക്കും ചിരിക്കാം. കാരണം ചിരിക്കുള്ള പ്രത്യേകത എന്താണ്? ഇപ്പൊ ജോയൽ പറഞ്ഞിട്ടില്ലേ, കാരണം ഞാൻ ഇന്ന് എടുക്കാൻ വെച്ച കുറെ കാര്യങ്ങൾ ജോയൽ എന്ന് പറഞ്ഞു വന്നു. കാരണം ആരൊക്കെ ഉണ്ടല്ലോ എന്ന് പരിചയപ്പെട്ടോ, അതിലെന്താ കുഴപ്പം? ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറയൂ? ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, സർജറി ഒക്കെ കഴിഞ്ഞു, ഒരു മേജർ സർജറി ആയിരുന്നു, സ്റ്റീലൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു ലേഡീനെ പരിചയപ്പെട്ടു. നമുക്കിപ്പോ ആരെ കണ്ടാലും നമുക്ക് ചിരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിയുടെ അമ്മയെ അവിടെ ഹോസ്പിറ്റലാണ്. അപ്പൊ ഇങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പൊ എനിക്കുള്ള ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ വേറെ ലാംഗ്വേജുള്ള ആളുകൾ കിട്ടിയാൽ അവരോട് നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ്. അതിൽ രണ്ടുണ്ട് കാര്യങ്ങൾ, നമ്മുടെ ലാംഗ്വേജ് മെച്ചപ്പെടും, ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് ബന്ധം ഉണ്ടാവും. അങ്ങനെ പരിചയപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിന്റെ അമ്മ ഒരു പ്രൊഫസറാണ്. പക്ഷേ ഇപ്പൊ വീടൊക്കെ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബാംഗ്ലൂർ ആയിരുന്നു, തിരിച്ച് കൊച്ചിയിൽ വന്നു. ഈ പെൺകുട്ടി അമ്മ മലയാളിയാണ്, അച്ഛൻ നോർത്ത് ഇന്ത്യൻ ആണ്. ഒരു കൃത്യമായിട്ടുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റൽ കേസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടിനോട് ഞാൻ നമ്മുടെ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കാണണമെന്ന് പറഞ്ഞൊക്കെയാണ്. കാരണം എന്നെ അങ്കിളെ എന്നാണ് വിളിച്ചത്. അങ്കിളെ പോലുള്ള ആളുകളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു അവസരത്തിൽ നമുക്ക് ഒരാൾക്ക് ഒരു അവസരം കൊടുക്കാൻ പറ്റിയാൽ അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ മനോജ് സാറിന് നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ 600-ലധികം വ്യക്തികളെ കോടീശ്വരന്മാരാക്കിയ ഒരു കമ്പനി ഇന്ന് വേൾഡിലില്ല ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട്. ഇവരൊക്കെ ഇത് ഏറ്റെടുത്തത് കൊണ്ടല്ലേ കേരളത്തിൽ ഇത്രയും കോടീശ്വരന്മാരുണ്ടായത്. അപ്പൊ നമ്മളും അതേപോലൊരു വ്യക്തിയായിട്ട് മാറാനുള്ളതാണ്. നാളെ ഒരു വ്യക്തിയെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന് അവരൊരു കോടീശ്വരനായിട്ട് മാറുമ്പോൾ അവര് ദൈവത്തെക്കാൾ ഉപരി നമ്മുടെ പേര് പറഞ്ഞിരിക്കും. അത് ഈ മേഖലയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ലീഡറായി മാറുമ്പോൾ ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ കൂടെ വരുന്ന അസോസിയേറ്റ്സിനോട് ഒരിക്കലും നെഗറ്റീവ് പറയരുത്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ പല ആളുകളും ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ട്. നമ്മുടെ അപ്പലൈൻ ആരാണ്? വിനോദ് സാറുണ്ട്, അല്ലെങ്കിൽ ഡാനി സാറുണ്ട്, അല്ലെങ്കിൽ മനോജ് സാറുണ്ട്. മനോജ് സാറെ അല്ലെങ്കിൽ ഡാനി സാറെ ഇന്നൊരു പ്രശ്നമുണ്ട്, അത് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? നേരെ മറിച്ച് നമ്മുടെ ഈ നെഗറ്റീവ് നമ്മുടെ അസോസിയേറ്റിനോട് പറയുകയാണെങ്കിൽ ആ വ്യക്തി ചിന്തിക്കും, ഇവൻ എന്ത് സാധനോടെ, ഇവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താവും? അപ്പൊ ഓൾവേസ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം വായിന്ന് വീണ വാക്ക്
കയ്യിൽ നിന്ന് വിട്ട ആയുധം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നമ്മളുടെ കൂടെ ഒരു വ്യക്തി ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൈസ എടുത്ത് നമ്മൾ മറിക്കരുത്. അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊടുത്തു, നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ID നമ്മൾ ഉടനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇത് പറയുന്നതിനുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആരും ഇപ്പൊ ഈ കൂട്ടത്തിലിരിക്കണ 1 or 2 അല്ലെങ്കിൽ ഒരു 10 വ്യക്തികൾ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും സാധാരണക്കാരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളാണ്. നമ്മൾ എടുത്തു വെക്കാന്ന് കരുതും. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മറിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോടുള്ള വിശ്വാസം പോകും. കാരണം ഇത് 100% റിലേഷൻ ബേസ്ഡ് ബിസിനസ്സാണ്. കാരണം നമ്മളൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യം വന്നാൽ പിന്നെ അയാൾ ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമ്മൾ ID ഇടിപ്പിച്ച് ഇന്നതൊക്കെ പോലെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെയ്ത് അദ്ദേഹത്തിനെ നമ്മുടെ കൂടെ നിർത്തിയാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു ആപ്പിൾ കട്ട് ചെയ്താൽ എത്ര സീഡ്സ് അതിലുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഒരു കുരു നട്ടാൽ അത് വളർന്നു വലുതായാൽ അതിൽ എത്ര ആപ്പിൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും കണക്കൂട്ടാൻ സാധിക്കില്ല. അതേപോലെയാണ് ഓരോ മനുഷ്യരും. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിറവത്താണ്, നമ്മുടെ കോട്ടയത്തിനടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം അവിടെ ഒരു ചെത്തുകാരനാണ്. അപ്പോ ഞങ്ങൾ അന്ന് നടത്തിയിരുന്ന NDOPയിൽ ഈ വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, സാറേ എൻ്റെ ബന്ധങ്ങൾ മൊത്തം കർണാടകയിലാണ്, നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റുമോ? ഞാൻ അന്ന് നെഞ്ചൊക്കെ കഴിക്കുന്നു, സാറിന്റെ ബന്ധങ്ങൾ എവിടെയാണെങ്കിലും അവിടെ വന്ന് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു വ്യക്തി വഴി ഏകദേശം 1,00,000-ലധികം ആളുകളാണ് ഞങ്ങൾക്ക് കർണാടകയിൽ വന്നത്. ഒരു ചെത്തുകാരനാണ്. ഒന്ന് ആലോചിച്ചേ, ഏകദേശം 10-70 കാർ അച്ചീവേഴ്സ് അവിടെ വന്ന് ഭയങ്കര ഒരു ഇതാണ്. ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഓട്ടോഗ്രാഫ്, ഇപ്പൊ ഞാൻ വിനോദ് സാർ, ഉത്തം സാറൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി ആളുകൾ ക്യൂ നിന്ന സമയമുണ്ട്. നമ്മുടെ കാല് തൊട്ട് അവര് വന്നിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വരുമ്പോഴുള്ളതാണ് നമ്മളൊരു റോൾ മോഡലായി മാറണം എന്ന് പറയേണ്ട ഒരു കാര്യം ഇതാ. ഇപ്പോ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഇദ്ദേഹത്തിന്റെ അസോസിയേറ്റ് 2 സെയിൽ ക്ലോസ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന് ഫാമിലി ബോണസ് കിട്ടുമല്ലോ. അപ്പോ ഈ ഫാമിലി ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് വൈഫിന് കുറച്ച് പൈസ കൊടുക്കാണ്ട് എന്തോ അടവൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ 4 മണിക്ക് അക്കൗണ്ടിൽ പൈസ വരുമ്പോ, അന്ന് അക്കൗണ്ടിൽ 4 മണിക്ക് 4 മണിക്ക് പൈസ വരാൻ വേണ്ടി ഇദ്ദേഹം നോക്കി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല. ഇത് നമ്മൾ ഒരിക്കലും തീ ചവിട്ടിയാൽ പൊള്ളുമെന്ന് അറിയേണ്ടത് നമ്മുടെ അനുഭവത്തിൽ നിന്നല്ല, മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കണം. അവിടെയാണ് ഒരു സക്സസ്ഫുൾ ലീഡറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ സെയിൽസ് കയറിയിട്ടില്ല. നിർഭാഗ്യവശാൽ ആ ലീഡറിന്റെ ഒരു സൈഡില് സെയിൽസ് ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെയിൽസ് കോൾഡ് ചെയ്തു. അപ്പോ ഈ പറയുന്ന വ്യക്തിക്ക് ആ ലീഡറിനോടുള്ള വിശ്വാസം പോയി. അദ്ദേഹം ഈ ലീഡറിന്റെ കൂടെയുള്ള ബിസിനസ് എടുത്ത് വേറെ ടീമിലേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്ന് നമ്മളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരാളുടെ നിന്ന് പൈസ ഒരു വ്യക്തി നമ്മളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ചിന്തിക്കുന്നത് നമ്മളെ പൂർണ്ണമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഡ്രോപ്പ് ബാക്ക് നമ്മൾ കാണിച്ചാൽ പിന്നെ നമ്മൾ തലകുത്തി മറിഞ്ഞാൽ പോലും ഈ ബിസിനസ്സിൽ വിജയിക്കില്ല. അപ്പോ അടുത്തൊരു കാര്യം അതാണത്, സൈറ്റ് നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. നമ്മുടെ വരുമാനം ഒരിക്കലും ഫോക്കസ് ചെയ്ത് ഡയറക്ട് സെല്ലിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈസ വന്നേക്കും. നമ്മുടെ ലെഫ്റ്റിലും നമ്മളെക്കാൾ കഴിവുള്ള ജീനിയസ് ടീമിലും അല്ലെങ്കിൽ വിന്നേഴ്സ് ടീമിലും നമ്മളെക്കാൾ കഴിവുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരുടെ വരുമാനം നമ്മൾ ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ നാളെ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ രീതിയിൽ വരുമാനം കിട്ടിയിരിക്കും. അതൊരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ
നമ്മളുടെ കൂടെ ഒരു വ്യക്തി ബിസിനസ് ആരംഭിച്ചു എന്ന് പറഞ്ഞ് അവൻ നമ്മുടെ അടിമയല്ല. ചില ആളുകൾ പറയും എന്റെ ഡൗൺലൈൻ ആണ്, മറ്റതാണ്, മറിച്ചാണ്. ഇത് നിങ്ങളുടെ അസോസിയേറ്റ് ആണ്, നിങ്ങളുടെ പാർട്ട്ണറാണ്. കാരണം നിങ്ങളുടെ അപ്ലൈനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആര് വിചാരിച്ചാലും നിങ്ങളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അസോസിയേറ്റ് ആണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം നമ്മുടെ അസോസിയേറ്റിനെ നമ്മൾ ചേർത്ത് പിടിക്കുക, നമ്മുടെ നെഞ്ചോട്, നമ്മുടെ ദൈവത്തിനെ പോലെ. കാരണം ആ വ്യക്തി രക്ഷപ്പെട്ടാലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പൊ ഒരിക്കലും നമ്മുടെ അസോസിയേറ്റിനോട് ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. ഇനി അടുത്ത വരുന്നതുണ്ടെങ്കിൽ, ഇപ്പോ ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ബിസിനസ്സിൽ നെറ്റ്വർക്കിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാം. അതുകൊണ്ട് ആളുകൾക്ക് എപ്പോ വേണമെങ്കിലും ഇട്ടിട്ട് പോകാം. ചെറിയൊരു പ്രശ്നമുണ്ടായാൽ മതി, അവരിട്ടിട്ട് പോകും. നമ്മളുടെ കൂടെ ഒരാള് വന്ന് അയാൾ ഇട്ടിട്ട് പോയാൽ അയാളുടെ കൂടെ വരുന്ന ആളുകളാണ് നമുക്ക് പോകുന്നത്, ഒരാളല്ല പോകുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു കർഷകന്റെ മനോഭാവം നമുക്ക് ഈ ബിസിനസ്സിൽ വേണം. കർഷകൻ എന്താ ചെയ്യുന്നത്? നിലവിളക്കുന്നു, വിത്തിടുന്നു, വളം ചെയ്യുന്നു. ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കാം. അതുവരെ അദ്ദേഹം അതിന് വിത്തും വളവും കളകൾ വരാതെ കിളികൾ വരാതെ എല്ലാം ആ വിളയെ സംരക്ഷിക്കും. ഇതേപോലെ നിങ്ങളുടെ കൂടെയുള്ള ഓരോ അസോസിയേറ്റ്സിനും അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. പിന്നെ മനുഷ്യരാണ്, പല പല സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് നമ്മൾ പഠിക്കണം. നിങ്ങളിപ്പോ നമുക്ക് അറിയാം, നമ്മുടെ യൂട്യൂബിലും എല്ലാത്തിലും ഒരുപാട് വീഡിയോസ് ഉണ്ട്. നെറ്റ്വർക്കിനെ കുറിച്ചാലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ പല പല വീഡിയോസ് ഉണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം നമ്മുടെ മൊബൈലിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. നമ്മൾ ഇറങ്ങുന്ന ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഈ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുവാൻ നമ്മളുടെ എനർജി ലെവല് എപ്പോഴും ഹൈ ആയിരിക്കണം. അതിന് നമ്മൾ സ്വയം ചാർജ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ പോയാൽ കൊള്ളാം, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോസിറ്റീവ് എനർജി പമ്പ് ചെയ്യാൻ സാധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബൈറ്റോറൻ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എന്തുകൊണ്ട് ഈ ബൈറ്റോറത് സീരിയസ് ആയി എന്നതിന് ചോദ്യം എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ MD തയ്യാറാണ്. അദ്ദേഹത്തിന് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയായിട്ട് മാറുക. ഒന്ന് ആലോചിച്ച് നോക്കിയ, ജീവനുള്ള ആർക്കും കൊടുക്കാവുന്ന പ്രൊഡക്റ്റ്. അത് കൂടാതെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഇതില് ഒരുപാട് കാറ്റഗറി വരുന്നു, റീപർച്ചേസ് ഇൻകം വരുന്നു, അങ്ങനെ പല പല. ഇത്രയും വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി വേൾഡിൽ ഇല്ലട്ടാ. ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇത്രയും അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത, ഇത്രയും വരുമാനം കൊടുത്ത, ബേസിക് ലെവലിൽ ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഒരു ബിസിനസ് ഒന്നും അറിയാൻ പാടാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫാമിലി ബോണസ് കൊടുത്ത ബോട്ടം ലെവലിൽ ഇത്രയും ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനി വേറെ ഇല്ല. ഇപ്പൊ നമ്മളിനി അടുത്തത് ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ടീമിലുള്ള ആളുകളുടെ വീട്ടിലെ മാക്സിമം ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. കാരണം ഇപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരള ബൈറ്റോർ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് നമ്മുടെ BOP സ്റ്റാർട്ടായി, NDOP ആയി, ഇനി വർക്ക്ഷോപ്പുകൾ വരുന്നു. കാരണം പ്രോഗ്രാമാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കുന്നത്. ഇപ്പൊ ഒരാളെ 1-to-1 കൊടുക്കാൻ പോയാൽ നമുക്ക് ഒരാളുടെ അടുത്ത് കാണുന്ന സമയം കൊണ്ട് ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയാൽ ഒരു 4-5 വ്യക്തികളുടെ അടുത്തേക്ക് നമുക്ക് നമ്മുടെ ഈ അവസരം നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഗ്രോത്ത് നമുക്ക് വളരെയധികം സ്പീഡിലാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കും. അപ്പൊ ഇത് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമില്
അതായത് നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ കൂടെ 2 പേരാണ് അല്ലെങ്കിൽ 10 പേരാണ് വന്നേക്കുന്നത്. ആ 10 പേരെ പ്ലാൻ പ്രസന്റ് ചെയ്യാനും ആളുകൾ എന്തൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നു, എന്തൊക്കെ ഡൗട്ട് ചോദിക്കുന്നു, ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ലെഫ്റ്റും അല്ലെങ്കിൽ ജീനിയസ് ടീമിലും വിന്നേഴ്സ് ടീമിലും ഒരു ING ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ മതി. അധികം ആളുകളൊന്നും വേണ്ടിട്ടോ. ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് 10 പേരെ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 10 പേര് 5 പേരെയും നിങ്ങൾ ഈ ബിസിനസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലീഡറായി മാറി. വളരെ എളുപ്പമാണ്. അവരെ നിങ്ങൾ മോണിറ്റർ ചെയ്താൽ ഈ 10 പേരെന്ത് ചെയ്യും? അവരുടെ അടുത്ത ആളുകളെ പഠിപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ ടീം വലുതാകുന്നത്. ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ഇതിലെ ഡയറക്ഷനിൽ വരുമ്പോൾ നമ്മൾ ഇപ്പൊ എനിക്ക് എഴുതി കാണിക്കാൻ പറ്റില്ല. എൻ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ അല്ലെങ്കിൽ മനസ്സിൽ ഇത് കാണുക. വെറുതെ ഒരു എൻ നിങ്ങൾ എഴുതുക. ഈ എൻ ഗ്രാഫ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു പേനയും പേപ്പറും നിങ്ങൾ ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എടുത്ത് ചെയ്താൽ മതി. എൻ എന്ന് എഴുതിയിട്ട് ഈ എൻ എഴുതുമ്പോൾ എന്നിന്റെ അടിയിൽ നിങ്ങൾ ആദ്യത്തെ ഇതിന്റെ അടിയിൽ നോക്കുക. നമ്മൾ ആ ഭാഗത്ത് വർക്ക് 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 എന്നും പറഞ്ഞ് എഴുതുക. നേരെ ഓപ്പോസിറ്റ് അതിന് എന്നിന്റെ പകുതി ഭാഗത്ത് ഇൻകം 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 എന്നും പറഞ്ഞ് എഴുതുക. അപ്പൊ ഇത് എഴുതി ഫില്ലാക്കി കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ മനോജ് സാറിന്റെയും ഡാനി സാറിന്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ആദ്യം അവർ നന്നായിട്ട് വർക്ക് ചെയ്തു. ജോയലൊക്കെ പറഞ്ഞ രീതിയിൽ ഒരുപാട് നോയും കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ വർക്ക് കൂടുതലാണ്. അപ്പോ നോ ഇൻകം, പിന്നീട് വർക്ക് കുറയുന്നു, ഇൻകം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്കൊന്നും വലിയ വർക്കൊന്നുമില്ല. ടീം മീറ്റിങ്ങും കാര്യങ്ങളും പ്രോഗ്രാമുകളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു എൻ ഗ്രാഫ് നമ്മളുടെ കാര്യത്തിലും ബാധകമാണ്. കാരണം ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എൻ ഗ്രാഫ്. വർക്ക് 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 വർക്ക്, നോ ഇൻകം, വർക്ക് വർക്ക് വർക്ക്, ചെറുതായിട്ട് ഇൻകം തുടങ്ങും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് നമുക്കൊരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഈ എൻ ഗ്രാഫ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പൊ നമുക്കറിയാം, ഈ ബൈറ്റോറിയത്തില് ഏറ്റവും കൂടുതൽ കോടി മേടിച്ച വ്യക്തിക്കും ആദ്യം കൊടുത്ത വരുമാനം 500 ആണ്. ഇന്ന് വരുന്ന വ്യക്തിക്കും കൊടുത്ത വരുമാനം 500 ആണ്. അവരെല്ലാം ഈ ഇതേപോലെ കടന്നു പോയി കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയ കോടീശ്വരന്മാരായിട്ട് മാറിയത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ചില വ്യക്തികൾ വരുമാനം കുറയുമ്പോൾ ഇതിട്ടിട്ട് പോകും. ഞാൻ ചോദിക്കട്ടെ, ഒരു 50,000 രൂപ സാലറി നമുക്കുണ്ട്. 1 രൂപ പോലും മാറ്റിവെക്കാതെ നമ്മൾ വർക്ക് ചെയ്താൽ 1 വർഷം നമുക്ക് 6 ലക്ഷം രൂപ കിട്ടും. ഇനി ഒരു 30 കൊല്ലം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ 1,80,00,000 രൂപ നമുക്ക് കിട്ടും. അത് 50,000 രൂപ സാലറി ഉള്ള ആളുകളുടെ കാര്യമാണ്. നേരെ മറിച്ച് ഒരു 20,000-ഓ 10,000-ഓ സാലറി ഉള്ള ആളുകളുടെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണക്കൂട്ടി നോക്കുമോ? ഇവിടെ നമ്മുടെ മനോജ് സാറ്, നമ്മുടെ റാഫി സാറ്, സേവ്യർ വെള്ളേത്തറ, എത്ര നാളുകൊണ്ടാണ് അവര് 1 CR എത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ചില വ്യക്തികൾ പെട്ടെന്ന് പഠിക്കും. കാരണം മനോജ് സാറിനൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ റാഫിക്കുണ്ട് എക്സ്പീരിയൻസ്, ഇവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മൾ ആ ബന്ധങ്ങൾ, ഇപ്പൊ ജോയൽ എന്ന് ആലോചിച്ച് നോക്കുക. ജോയലിന്റെ ഉദാഹരണം തന്നെ എടുക്കണേ. ആ പയ്യന്റെ ആറ്റിറ്റ്യൂഡ്, കുറെ ആളുകൾ നോ കേൾക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനോജ് സാറ് അല്ലെങ്കിൽ റാഫി സാറ് അല്ലെങ്കിൽ സേവ്യർ വെള്ളിത്ര 1 വർഷം കൊണ്ട് എടുത്തത് 2 വർഷം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. കാരണം അവര് എത്ര പേരെടുത്ത് നോ കേട്ടു. ആ നോ നമ്മളും കേൾക്കാൻ തയ്യാറായാൽ മതി എന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം ഇപ്പൊ 25 ലക്ഷം കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്കൊരു മാസം കൂട്ടാം. ഏകദേശം ഒരു 30 ലക്ഷം ആളുകളെ ഈ ബൈറ്റോറിയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. ആലോചിച്ച് നോക്ക്. 140 കോടി ഈ ഇന്ത്യയിൽ ജനസംഖ്യയുണ്ട്. നമ്മുടെ കമ്പനി ഉടനെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അതായത് 640 കോടി ജനങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും മുന്നിലുള്ള സാധ്യത വലുതാണ്. ഒരിക്കലും വിട്ടിട്ട് പോകരുത്. വിന്നേഴ്സ് നെവർ കിറ്റ്സ്, കിറ്റേഴ്സ് നെവർ വിൻ. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ബ്രഹ്മാസ്ത്രമാണ് നമ്മുടെ കയ്യിലുള്ള ഈ ബൈറ്റോറിയം.
അപ്പൊ ഈ മേഖലയിൽ നമ്മൾ നോളജ് വർദ്ധിപ്പിക്കുക, എങ്ങനെ നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പറ്റും, ആ നോളജ് കൂടുതൽ വർദ്ധിപ്പിക്കുക. നമ്മളൊരു കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ ആ കസ്റ്റമറെ കുറിച്ചുള്ള ഒരു മുൻധാരണ നിങ്ങളുടെ അസോസിയേറ്റിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സെറ്റപ്പ് എന്താണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം എന്താണ്, അദ്ദേഹത്തിന്റെ വീട് എന്താണ്, റെന്റഡ് ആണോ അല്ലെങ്കിൽ ഓൺ ഹൗസ് ആണോ, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പാഷൻ എന്താണ്. ചില വ്യക്തികൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ പൈസയൊക്കെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന പറയും, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ സർ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത എല്ലാ വിദേശ രാജ്യങ്ങളും ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ട്, നിങ്ങൾ വരുമാനം ഉണ്ടാക്കിയാൽ മതി. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയാം. അങ്ങനെ ഓരോ കസ്റ്റമറിനെയും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. പിന്നെ ഒരു കാരണവശാലും പ്രിപ്പയർ ചെയ്യാതെ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ മനസ്സിൽ കാണുക, ഇന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കും, അല്ലാതെ അവിടെ ചെന്നിട്ടല്ല. അദ്ദേഹത്തിനെ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ, ഞാനൊരു വ്യക്തിയുടെ മുമ്പ് എൻ്റെ മനസ്സിൽ ഇത് പ്രവർത്തിക്കും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നന്നായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യും, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് എൻ്റെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. ഈ ഒരു കാര്യം ഞാൻ പറയും. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രിപ്പയർ ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ ഒരു സ്ഥലത്തും പ്ലാൻ കൊടുക്കാൻ പോകരുത്. നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയുടെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ അസോസിയേറ്റോട് നിങ്ങൾ വാങ്ങണം. ഇനി അടുത്തത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളൊരു ഗുഡ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ഇന്നിപ്പോ അറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മളിപ്പോ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ എല്ലാവരുടെയും ബർത്ത്ഡേ വരുന്നു, അങ്ങനെ നമുക്കൊരു മെസ്സേജ് നമുക്ക് അയക്കാം. ഒരു ബർത്ത്ഡേ വിഷ്, അവർക്കത് ഭയങ്കര ഇദ്ദേഹം എന്നെ റിമെമ്പർ ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിന്റെ ഏറ്റവും വലിയ തിയറി എന്ന് ബിൽഡ് റിലേഷൻ ത്രൂ റിലേഷൻ ബിൽഡ് ബിസിനസ് എന്നാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തിനോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ എൻ്റെ ഒരു സുഹൃത്ത് അരുൺകുമാർ, അദ്ദേഹം ഇപ്പോ BMW സെയിൽസ് ഹെഡ് ആണ് ബാംഗ്ലൂര്. നമ്മളോട് അതിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് ഞാനാണ്. നമുക്ക് പഠിപ്പിക്കാമല്ലോ, എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമല്ലോ. കാരണം നമുക്ക് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ കിട്ടും. ഞാൻ പറഞ്ഞു, അരുൺ ഭായ് എന്താണെങ്കിലും പോസിബിൾ ആണ്, നമ്മൾ ഒരു കാര്യം തീവ്രം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കിയാലും അദ്ദേഹം വിടുന്നത് എന്നെ, അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ആദ്യ വാചകം ഇങ്ങനെയായിരിക്കും, എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ജയം ബൈക്ക് എന്ന് പറഞ്ഞു. ഈ റിലേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആരെ കണ്ടാലും ചിരിക്കാൻ പഠിക്കണം. വേറൊന്നുമല്ല, കാരണം ഒരു ചിരിയിൽ എല്ലാം കിട്ടുമെന്നേ. ഇപ്പൊ ഞാനും ഉത്തമൻജിയും കൂടി ഒരിക്കല് ഞങ്ങൾ ഗുജറാത്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രെയിനിൽ പോവുകയാണ്. അപ്പോൾ ട്രെയിനിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങൾ വിചാരിക്കരുത്, എനിക്കൊരു ദുശീലമുണ്ട്, സിഗരറ്റ് വലിക്കുക എന്നുള്ളൊരു ദുശീലം. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കിടക്ക് വെച്ച് ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇറങ്ങി ഒരു സിഗരറ്റ് വലിച്ചിട്ടിരിക്കുമ്പോൾ അപ്പൊ ഞാൻ ചിന്തിച്ചു, പോലീസുകാരെന്നെ പിടിക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ഇവര് വന്നിട്ട്, സാറേ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സാറുണ്ട്, ഞാൻ അദ്ദേഹത്തിന് സിഗരറ്റ് ഷെയർ ചെയ്തു, അവരോട് പരിചയപ്പെട്ടു, നല്ല ബന്ധങ്ങളായി. ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന നേവിയുടെ ജീപ്പിൽ ഞങ്ങളെ കയറ്റി അവരെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, എല്ലാ സാധനങ്ങളും തന്നു. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് വരെ അവർ കൊണ്ടുപോയി ഞങ്ങളാക്കി തന്നു. അവർ നമ്മളൊരു 2 പ്രൊഡക്റ്റും മേടിച്ചു. കാരണം എന്താ ആലോചിക്കുക, ഒരു ചിരി, ഒരു പരിചയം ഇല്ലാത്ത ആളുകളാണ്. ഇപ്പൊ ജോയൽ പറഞ്ഞു, ജോയൽ ഒരാളെ കാണുമ്പോൾ ചെന്ന് ചിരിക്കും. ഈ ഒരു ചിരിയിൽ നമുക്ക് എല്ലാം ഉണ്ട്. കാരണം ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ കമ്പാർട്ട്മെന്റിലെ എല്ലാവരും അവരുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ മാത്രമാണ് ശ്രദ്ധ. ഇപ്പൊ തൊട്ടപ്പുറത്തെ മുറിയിൽ ഭാര്യയും ഭർത്താവും കിടക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ ആയിരിക്കും മെസ്സേജും കാര്യങ്ങളും വെക്കുന്നത്. സംസാരിക്കാൻ ഇന്ന് ആളുകൾക്ക് നേരമില്ല. ഇവിടെ നിങ്ങളൊരു സംസാരിക്കാനുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിച്ചാൽ, കാരണം ആളുകൾ എല്ലാവരും ഒരു അവസരം തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ മാത്രമാണ്
മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റികൾ വേറെ ആരെങ്കിലും കയ്യിലുണ്ടോ? അപ്പൊ പല ആളുകളും ഈ ഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ, വീടില്ലാതെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ, ഒരുപാട് വ്യക്തികളുണ്ട്. ഇവർക്കൊക്കെ നിങ്ങളെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. കാരണം ഈ ബൈറ്റോറിയം എന്ന് പറഞ്ഞ മഹത്തായ അവസരം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ദൈവം നിയോഗിച്ചിരിക്കുകയാണ് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവം വരെ നിങ്ങളെ ശപിക്കും. കാരണം മറ്റുള്ളവന് എന്തുകൊണ്ട് ഈ 25 ലക്ഷം പേർക്ക് ഈ ബൈറ്റോറിയം കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾ അതിലൊരാളായി മാറി എന്നുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോ ദൈവം നമ്മളോട് ആ അനുഗ്രഹം കാണിച്ചപ്പോൾ നമ്മളും ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവണ്ടേ? ഒരിക്കലും ഒരു ഭക്തൻ ഗുരുവായൂർ അമ്പലം നടയിൽ ചെന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ, ലോട്ടറി അടിക്കണേ എന്ന് പറഞ്ഞ് നിത്യവും പ്രാർത്ഥിക്കുകയാണ്. അവസാനം ഭഗവാൻ ഇവന്റെ പ്രാർത്ഥന കേട്ടിട്ട് ശല്യമായി. എന്നിട്ട് ഈ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് ഇവന്റെ കർണക്കുട്ടിക്കിട്ട് ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഭക്തൻ ചോദിച്ചു, ഭഗവാൻ എന്തിനാണ് എന്റെ കർണക്കുട്ടിക്കിട്ട് തല്ലത്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ ലോട്ടറി അടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ലോട്ടറി ടിക്കറ്റ് എടുക്ക്, അതിനുശേഷം നീ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരെയും മനോഭാവം. കാരണം ഈ മഹത്തായ ലോട്ടറി, ഈ ബൈറ്റോറിയം എന്ന ലോട്ടറി നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ സക്സസ്ഫുൾ ആയ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാം. കാരണം വിജയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ഇപ്പൊ മനോജ് സാർ പറയുന്ന വാക്കുകളുണ്ട്, അദ്ദേഹം ഈ റെയിൽവേ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്നിട്ടാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം എടുത്ത പെയിനൊന്നും നമ്മളൊന്നും ഈ ബിസിനസ്സിൽ എടുത്തിട്ടില്ല. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുക. കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരിക്കലും വലിയ മരങ്ങളിൽ തട്ടിയിട്ടല്ല ഒരാളും വീഴുന്നത്. ചെറിയ ചെറിയ കുറ്റിച്ചെടികളിലും വേരുകളിലും തട്ടിയിട്ടാണ് ഓരോരുത്തരും വീഴുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒന്നുമല്ലെന്നേ, നമുക്ക് കിട്ടാനുള്ളത് ഒരു വലിയ ലോകമാണ്. ഇവിടെ ഒരു 2 വർഷം ആത്മാർത്ഥമായിട്ട് ഉറച്ചെന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിലൂടെ ഒരു കോടീശ്വരനായിട്ട് മാറാൻ സാധിക്കും. കാരണം പിന്നെ ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് അവരെ കൊണ്ട് സാധിക്കും, ഇവരെ കൊണ്ട് സാധിക്കും, എൻ്റെ പ്രായം ഇത്രയായാലും. ഈ പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ അലീക്ക, അബൂബക്കർ, ഓരോ വ്യക്തികളും ഒന്ന് ആലോചിക്കുക, ഇപ്പോഴും അവർ ചെറുപ്പമല്ലേ. നമ്മുടെ മൈൻഡിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നേരത്തെ പറഞ്ഞൊരു വാക്കിലേക്ക്, ആ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാനിപ്പോഴും പ്രായം കുറവാണ്, എനിക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങൾ പോകണം, അത്രയും വലിയൊരു അവസരം കമ്പനി എനിക്ക് തന്നിട്ടുണ്ട്, അപ്പൊ ഇതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 2 വർഷം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് സ്വയം നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് ഫാമിലി ആണെങ്കിൽ ഒരു 9 മണി തൊട്ട് 5 മണി വരെയെങ്കിലും മിനിമം വർക്ക് ചെയ്യണം. അത്രയും വർക്ക് ചെയ്താൽ നമുക്ക് എത്ര രൂപയാണ് സാലറി ആയിട്ട് കിട്ടുന്നത്? ഇവിടെ ഒരു ലീഡർ എന്ന നിലയിൽ മിനിമം ഒരു 10 പേരെങ്കിലും നിങ്ങൾ ഒരു ദിവസം കാണുവാൻ തയ്യാറാവണം. തലേ ദിവസം നാളെ ആരൊക്കെ കാണാൻ പറ്റും അവരെ ലിസ്റ്റ് എഴുതി അവരുടെ അപ്പോയിന്റ്മെന്റ് മേടിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഒരു ദിവസം രാവിലെ നമ്മൾ ഇറങ്ങാൻ. അങ്ങനെ ഒരു 10 പേരെ വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഞാൻ ഇന്ന് അധികം നീട്ടുന്നില്ല. ഏതായാലും ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾ എല്ലാവരും തന്നെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തികളാണ്. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഏത് വിജയിച്ച വ്യക്തിയുടെയും പുറകിലുള്ള ചരിത്രം ആലോചിച്ച് നോക്കൂ. പക്ഷെ ഇവരെല്ലാവരും പരാജയപ്പെട്ടപ്പോൾ അവർ ചെയ്തൊരു കാര്യമുണ്ട്, വീണ്ടും പരിശ്രമിക്കാനുള്ള ഒരു മനോഭാവം. ആ ഒരു മനോഭാവം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാം. ഇപ്പൊ നമ്മള് ലോകം മുഴുവൻ അറിയുന്ന കോടീശ്വരന്മാരാണ് അംബാനിമാര്. ഈ ധീരുഭായ് അംബാനി ഒരു പെട്രോൾ പമ്പില് പെട്രോൾ അടിക്കാൻ നിറക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എന്താ?
എനിക്ക് ഇതേപോലെയുള്ള പെട്രോൾ ഉണ്ടാക്കുന്ന ഒരു റിഫൈനറി സ്വന്തമായിട്ട് വേണമെന്നാണ് ചിന്തിച്ചത്. ആലോചിച്ച് നോക്കിയേ, ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വെക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് ഇതേപോലെ റിഫൈനറി ഉണ്ടാക്കണം. ആ ഒരു ഒറ്റ ചിന്താഗതിയിൽ നിന്നാണ് ഇന്ന് റിലയൻസ് എന്ന് പറയുന്ന വലിയ ഭീമൻ ഉണ്ടായത്. ഇവിടെ നമ്മുടെ മനസ്സിലൊരു ചിന്ത മതി, നമ്മുടെ ഭാവി തലമുറയുടെ തലവര മാറ്റാൻ പറ്റിയ ഒരു അവസരം. ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ PV അശോകൻ സാർ, ഒരു സാധാരണ വ്യക്തി, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു, തൃശ്ശൂരിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹം നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് സഞ്ചരിക്കുന്നത് റേഞ്ച് റോവറിലാണ്. ആ മാഡത്തിന് ഈ ബിസിനസിനെ കുറിച്ച് ഒരു വാക്കും ഒന്നും അറിയില്ല. ആ റേഞ്ച് റോവറിൽ ചെന്നിട്ട് വെറുതെ 2 വാക്ക് പറഞ്ഞിട്ട് പോരുന്നു. ഇപ്പോ നമ്മളിപ്പോ നിൽക്കുന്ന സാഹചര്യങ്ങൾ അല്ല ഈ സാഹചര്യങ്ങൾ. സുരേഷ് ഗോപി പറയുന്നത് ഒരു ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ തലവര മാറാനെന്ന രീതിയിൽ, ഞാനിത് ചെയ്യും, അടുത്ത ഒരു 2 വർഷം ഞാനിത് സീരിയസ് ആയിട്ട് ചെയ്ത് എന്റെ ഫാമിലിയിലെ ദാരിദ്ര്യം കണ്ട അവസാനത്തെ ഒരു വ്യക്തിയായിട്ട് മാറാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്കും ഒരു കോടീശ്വരായിട്ട് മാറാൻ സാധിക്കും. അതിനെ നിങ്ങളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട മെന്റർ, റോൾ മോഡൽ ഡാനി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. എന്റെ വീഡിയോ ഓണല്ല. മനോജ് സാർ യാത്രയിൽ 6 AM ക്ലബിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇപ്പൊ രാവിലെ സംസാരിച്ച ജോയൽ, എന്നെ സംബന്ധിച്ച് ആ ഒരു പ്രായത്തില് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് തന്നെയാണ് ഏറ്റവും ഭാഗ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ ജയൻ സാറ് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ച കാര്യമാണ്, ചെറുപ്പക്കാർ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരിക. പലപ്പോഴും നെറ്റ്വർക്കിലേക്ക് ചെറുപ്പക്കാർ ഒരു വിമുഖത കാണിക്കുന്ന ഒരു അവസരം പലപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് വേറൊരു ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ടോ എന്തോന്നറിയില്ല, പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് ജോയലിനെ പോലുള്ള ആളുകൾ, എനിക്ക് വലിയ അത്ഭുതം തോന്നിയത് 6 മണിക്ക്, ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ വീടിന്റെ അകത്തായിരിക്കാം, അത്രയും ദൂരെ എവിടെയും ആരെയോ കാണാനായിട്ട് അല്ലെങ്കിൽ വർക്കിൽ അതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി പോയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ കൂടുതലായിട്ട് വരാത്തത് എന്തുകൊണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം. കൂടുതലും ഒരു ഏജ് ആയിട്ടുള്ള ആളുകൾ, ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഏജ് ആയിട്ടുള്ള ആളുകളല്ല, ഏജ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി ബാധ്യതകളുള്ള ആളുകളായിരിക്കും. അപ്പൊ കിട്ടുന്ന വരുമാനത്തിൽ കൂടിയ പങ്കും നമ്മളെ ബാധ്യതകളിലേക്ക് പോകുന്നതായിരിക്കും. കാരണം അവനെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത വ്യക്തികളായിരിക്കാം. പക്ഷെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരെ കിട്ടുന്ന ചെറിയ ഇൻകം ആണെങ്കിൽ പോലും ആ ഇൻകം കൊണ്ട് ഒത്തിരി ആർഭാടങ്ങൾ കാണിക്കാനും അല്ലെങ്കിൽ ഒത്തിരി അച്ചീവ്മെന്റിലേക്ക് എടുക്കാനും, കാരണം പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ വരുമ്പോൾ ഒരു തള്ളിക്കയറ്റം സ്വാഭാവികമായിട്ടും ഇതേപോലുള്ള കൺസെപ്റ്റുകളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ രാവിലെ സംസാരിച്ച ജയൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഏകദേശം ഒരു 3 വർഷം കാലമായിട്ടൊരു 3.25 വർഷമായിട്ട് പരിചയമുള്ള വ്യക്തിയാണ് ജയൻ സാറ്. നമ്മുടെ വിനോദ് സാറിന്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. ഞാൻ പറയുന്നത് ഈ നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പിന്നീടുള്ള യാത്രയിൽ അത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവര് മാത്രമാണ് പിന്നീട് അത് ഗുണപ്പെടുന്നതും വലിയൊരു ലെവലിലേക്ക് അവർക്ക് മാറാൻ സാധിക്കുന്നതും. പലപ്പോഴും നമുക്കത് പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതിന് കൂടുതൽ വാല്യൂ കൊടുക്കുമ്പോഴാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം അദ്ദേഹത്തോടൊപ്പം ബാംഗ്ലൂർ അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയെ അവരുടെ ഓടി ഷോറൂമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. വിനോദ് സാർ ഉണ്ടായിരുന്നു, ഉത്തമൻ സാർ, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു ഷോറൂമിൽ പോയത്. അപ്പൊ വലിയ നമ്മൾ ചിന്തിക്കുക, സാധാരണക്കാരൻ ചെറിയൊരു വണ്ടിയുടെ ഷോറൂമിൽ പോലും കയറാനായിട്ട് ചിലപ്പോൾ മുട്ടിടിക്കുന്ന അവസ്ഥയിൽ ഒരു ബെൻസോ അല്ലെങ്കിൽ 60 ലക്ഷം 70 ലക്ഷം 80 ലക്ഷത്തിലധികം വിലയുള്ള ഒരു വാഹനത്തിന്റെ ഷോറൂമിനെ നയിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും നമ്മൾ അത് എന്നെ കൊണ്ട് സാധിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കയറാൻ പറ്റുമോ എന്നുള്ള ചിന്ത പുറകോട്ട് വലിക്കും എന്നുള്ളതാണ്. അപ്പൊ എനിക്കും ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും അവിടെ കയറി ചെല്ലുമ്പോൾ
അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി 7-8 മണി വരെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ജയൻ സാർ എന്നോട് പറഞ്ഞിരുന്നു ഓൾറെഡി ഇങ്ങനെ ഒരാളുണ്ട്, വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്, എനിക്ക് തോന്നുന്നു 1-2 വർഷത്തിലധികം ശേഷം കാണുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം സ്വീകരിച്ച രീതിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇദ്ദേഹം അത്രയും ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടത്. അപ്പോൾ ആ ഒരു വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് നമ്മളോടുള്ള ആ ഒരു വിശ്വാസം അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം ശക്തമാകുമ്പോഴാണ് ആ റിലേഷൻഷിപ്പിനെ ഒരിക്കലും ഒരു ബ്രേക്ക് വരാതിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളെ ടീമിൽ എപ്പോഴും നമ്മൾ ശക്തരായിട്ട് നിൽക്കുക, ലീഡർഷിപ്പിനെ കുറിച്ചുള്ള സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും ഒരു ചോദ്യം ചോദിക്കേണ്ടായി, ലീഡേഴ്സ് മാത്രമാണോ, ആരാണ് വിജയിക്കുന്നത്? ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ലീഡേഴ്സ് തന്നെയാണെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. പലപ്പോഴും നമ്മളുടെയൊക്കെ സ്വാഭാവികമായ സംശയം, ഞാനൊരു ലീഡറാണോ? ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ 2 വ്യക്തികളെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു വരുമാനം വാങ്ങിക്കുന്ന ഓരോ വ്യക്തികളും ലീഡേഴ്സ് ആണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മളുടെ മനസ്സിനെ നമ്മൾ ആ ഒരു രൂപാന്തരം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കണം. ദിവസവും നമ്മൾ പറയുന്നത് ഐ ആം ദ ബെസ്റ്റ് എന്ന് തന്നെയാണ്. നമ്മളെക്കാളും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തി വേറെ ഇല്ല എന്നുള്ള ചിന്തയിൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം, നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ശാരീരികമായി കിട്ടിയിരിക്കുന്ന ആ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയുന്ന ഒത്തിരി ബെനിഫിറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഒരു മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. ഇത് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഈ ലോകത്തോട് പറയുവാൻ വേറൊരു വ്യക്തി ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഭംഗിയോടുകൂടി പറയാനായിട്ട് വേറൊരു വ്യക്തി ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. പലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതികൾ ചിലപ്പോൾ ആളുകളെ രസിപ്പിക്കുന്നതായിരിക്കണം എന്നില്ല, പക്ഷെ എന്നാൽ പോലും നമ്മളല്ലാതെ വേറൊരു വ്യക്തിക്ക് എങ്ങനെ നമ്മളുടെ എക്സ്പീരിയൻസ് പറയാൻ പറ്റും എന്നാണ്. അപ്പൊ ആ ഒരു ചിന്ത എപ്പോഴും നമ്മൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ലീഡർഷിപ്പിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ആയിത്തീരുന്നതല്ല. ആദ്യമേ തന്നെ നമ്മൾ ലീഡറാണെന്നുള്ള ചിന്ത നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഓരോ ദിവസം ഇപ്പൊ നമ്മൾക്ക് ഇവിടെ നടക്കുന്ന 6 AM ക്ലബിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം, ഇത് നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോ ദിവസം ഓരോ ആളുകൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലാതെ എന്തെങ്കിലും തിയറിറ്റിക് ആയിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പറയുന്ന ആളുകളല്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എപ്പോഴും അതില് ഡൂസ് ആൻഡ് ഡോൺസ്, ഇപ്പൊ ഇന്നലെ അഭിലാഷ് സർ പറഞ്ഞ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കളരിയാണിത്. ഈ കളരിയിൽ ആരൊക്കെ അഭ്യസിക്കുന്നുവോ അവർ മാത്രം പിൽക്കാലത്ത് വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സമയം ഏകദേശം അതിക്രമിച്ചും തോന്നുന്നു. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഇപ്പൊ ഇന്നലെ അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇന്നലെ ബ്രഹ്മാസ്ത്രം 2 പ്രയോഗിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ആ ഒരു സംവിധാനം കമ്പനി ഒരുക്കി തന്നു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മളുടെ കയ്യിൽ പൈസ വന്നാൽ പോലും ചിലപ്പോൾ ആ പൈസ കൊണ്ട് നമ്മളതായിട്ടുള്ള ഒരു എൻജോയ്മെന്റിലോ അല്ലെങ്കിൽ ഒരു വിദേശത്തേക്കുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ടൂറോ പോകാനായിട്ട് നമ്മൾ ഒരിക്കലും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യുന്ന ആ തുച്ഛമായിട്ടുള്ള എമൗണ്ട് സാധാരണ ഒരു കണക്കാക്കിയാൽ മതി. നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ പേയ്മെന്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനിൽ നിന്ന് കുറേശ്ശെ എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വിദേശത്തേക്ക് പോകാനുള്ള, നമ്മളുടെ ഫാമിലിയോട് ഒന്നിച്ച് പോകാനുള്ള ഒരു സംവിധാനമാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കി തരുവാനായിട്ട് നമ്മുടെ ലീഡേഴ്സ് ഉണ്ടാകും, കമ്പനിയുടേതായിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഹിന്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു വരുമാനം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് മൈൻഡ് ബ്ലോയിങ് ഇൻകം എന്ന് പറയുന്ന രീതിയിൽ വലിയൊരു ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.